അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം ഒരു പിക്കിളാണത് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ സാധാരണ ടിഫിൻ 4 ടിഫിനുണ്ട്. ആദ്യം അതിൽ ഒന്നെടുക്കാം. ഇത് മില്ലറ്റ് റൈസാണ്, ചാമേരി അല്ലെങ്കിൽ മില്ലറ്റ് റൈസ്. പിന്നെ ഇത് ക്യാപ്സിക്കം തോരൻ, നമ്മുടെ ഫേവറേറ്റ് ക്യാപ്സിക്കം തോരൻ. ഇത് കൊണ്ടാട്ടമാണ്, നാരായണൻ പാലക്കാട് നിന്ന് കൊണ്ടുവന്ന പയർ കൊണ്ടാട്ടം, എയർ ഫയറിലിട്ടതാണ്. ഇത് കണിവെള്ളരിക്കയിട്ട പുളിശ്ശേരി അല്ലെങ്കിൽ മോര് കറി എന്ന് പറയും, തേങ്ങയൊക്കെ അരച്ച് വെച്ച്. പിന്നെ പിക്കിളും എടുത്ത് മാറ്റി വെക്കാം. ഇനി പാലക്കാടൻ ടിഫിൻ എന്താണെന്ന് നോക്കാം. നാരായണൻ്റെ ടിഫിൻ ഇത് തൈരാണ്, തൈര് മാറ്റി വെച്ചു. പിന്നെ ഇതാണ് ബീൻസ് തോരനാണ്. അത് കഴിഞ്ഞിട്ട് ഇത് പൊന്നി അല്ലെങ്കിൽ കോലം റൈസ്, നാരായണൻ കോലം റൈസാണ് കഴിക്കുന്നത്, വൈറ്റ് റൈസാണ്. ഇത് പാലക്ക് കറിയാണ്, പാലക്ക് കൂട്ടാൻ ഉണ്ടാക്കിയതാണ്. നമ്മുടെ ചീരയൊക്കെ വെക്കുന്ന മാതിരി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കൂട്ടാനുകൾ. അപ്പോൾ ആദ്യം നമുക്ക് കൊണ്ടാട്ടം, അതായത് പയർ കൊണ്ടാട്ടം എടുക്കാം. നല്ല ക്രിസ്പിയാണ്, എയർ ഫ്രയറിലിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ പാലക്ക് കൂട്ടാൻ, പിന്നെ ഇത് ബീൻസ് തോരനാണ്. പിന്നെ പുളിശ്ശേരി അല്ലെങ്കിൽ മോര് കറി എടുക്കാം, കണിവെള്ളരിക്ക ഇട്ടത്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ക്യാപ്സിക്കം തോരൻ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കാം. നല്ലൊരു കോമ്പിനേഷനാണ് ആക്ച്വലി. പാലക്കും ക്യാപ്സിക്കവും മോര് കറിയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. നല്ലൊരു കോമ്പിനേഷനാണ്. അത് നല്ല രുചിയായതുകൊണ്ട് പിന്നെയും കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ പിന്നെ നാരായൺ ചോറിൻ്റെ കൂടെ ഇതൊക്കെ കഴിക്കുന്നത് നമുക്ക് കാണാം. നാരായണൻ്റെ ഊണ് കാണിക്കുന്നില്ല പലരും പരാതി. അപ്പോൾ എൻജോയ് ചെയ്ത് കഴിക്കുക. എല്ലാം കഴിഞ്ഞപ്പോഴേ പിക്കിൾ ഞാൻ അതിനകത്തെടുത്ത് മിക്സ് ചെയ്തില്ല. അപ്പോൾ അല്പം പിക്കിളെടുത്തൊന്ന് കഴിച്ച് നോക്കാം. ആഹാ.